മറ്റൊരു പ്രധാന വാർത്ത KM എബ്രഹാമിനെതിരെ CBI അന്വേഷണത്തിന് ഉത്തരവ്. വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ച കേസിലാണ് നടപടി. നിലവിൽ കിഫ്ബി CEO ആണ് മുൻ ചീഫ് സെക്രട്ടറിയായ KM എബ്രഹാം. നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് വിവരങ്ങളുമായി ചേരുന്നു. കിഫ്ബി CEOക്കെതിരെ CBI അന്വേഷണം വരുമ്പോൾ അതിൽ കോടതി കൂടുതൽ നിരീക്ഷണങ്ങൾ കൂടി നടത്തുന്നുണ്ടോ? ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിനെ പോലും വിമർശിക്കുന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് വിവരങ്ങൾ CN പ്രകാശ്? അപർണ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിനെതിരെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ജോമോൻ പുത്തപ്പരക്കൽ നൽകിയ ഹർജിയാണ് ഇപ്പോൾ ജസ്റ്റിസ് K ബാബു അനുവദിച്ചിട്ടുള്ളത്. അല്പം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട കോടതി വിധി പുറത്തു വന്നത്. വിധിയുടെ വിശദാംശങ്ങൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല. വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചു എന്ന പരാതിയാണ് 2018 ഈ ഹർജി ജോമോൻ പുത്തപ്പരക്കൽ ഹൈക്കോടതിയിൽ നൽകുന്നത്. അതിനുശേഷം ഇത്രയും വർഷം നടന്ന നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇപ്പോൾ ഈ സുപ്രധാനമായിട്ടുള്ള വിധി ഉണ്ടായിട്ടുള്ളത്. ഈ വരവിൽ കഴിഞ്ഞ് സ്വത്ത് സമ്പാദിച്ച കേസിൽ KM എബ്രഹാമിനെതിരെ CBI അന്വേഷണം ആവാം എന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും ഉത്തരവുണ്ടായിട്ടുള്ളത്. ശമ്പളത്തെക്കാൾ കൂടുതൽ തുക എല്ലാ മാസവും ലോൺ അടക്കമുള്ള തെളിവുകളാണ് ഈ ഹർജിക്കാരൻ നൽകിയത്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് 2018 ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഒരു വർഷത്തോളം ജസ്റ്റിസ് K ബാബുവിന്റെ ബെഞ്ചാണ് ഈ കേസിൽ വാദം കേട്ടുകൊണ്ടിരുന്നത്. KM എബ്രഹാം 2015 ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജോമോൻ പുത്തമ്പരക്കൽ ഹർജി നൽകിയിരുന്നത്. ശമ്പളത്തെക്കാൾ കൂടുതൽ തുക എല്ലാ മാസവും ലോൺ അടക്കുന്നുണ്ട് എന്നതടക്കമുള്ള തെളിവുകൾ നൽകിയിരുന്നു. ഭാര്യയുടെ സ്വത്ത് അടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. കോളേജ് പ്രൊഫസറായിരുന്ന അച്ഛന്റെയും അമ്മയുടെയും പെൻഷൻ കിട്ടുന്ന രൂപയുടെ സഹായത്താലാണ് ലോൺ അടച്ചത് എന്നാണ് KM എബ്രഹാം കോടതിയിൽ വാദിച്ചത്. അതേസമയം KM എബ്രഹാമിന്റെ അച്ഛനും അമ്മയും വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചു പോയിട്ടുള്ളതാണെന്ന മറുവാദം ഹർജിക്കാരൻ ഉയർത്തി. അത് മറച്ചുവെച്ചിട്ടാണ് കോടതിയിൽ കള്ളം പറഞ്ഞതെന്നും ഹർജിക്കാരൻ വാദിച്ചു. മുംബൈ നഗരത്തിലുള്ള 3 കോടി വില വരുന്ന ഫ്ളാറ്റും 1 കോടി വിലയുള്ള തിരുവനന്തപുരം വഴുതക്കാടുള്ള മില്ലേനിയം അപ്പാർട്ട്മെന്റിന്റെ ലോണും ആണ് എല്ലാ മാസവും കൃത്യമായി അടയ്ക്കുന്നത്. 8 കോടി വില വരുന്ന കൊല്ലത്തുള്ള 3 നില ഷോപ്പിംഗ് കോംപ്ലക്സ് സഹോദരന്റെ പേരിലായതിനാലാണ് തന്റെ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റിൽ ഉൾപ്പെടുത്താത്തതെന്നും വിജിലൻസിന് KM എബ്രഹാം നൽകിയ മൊഴിയിൽ പറഞ്ഞിരുന്നു. ഏതായാലും KM എബ്രഹാമിനെ സംബന്ധിച്ചോളം വളരെ നിരാശ നൽകുന്ന വിധിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അദ്ദേഹം വരവിൽ കഴിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചു എന്ന ഹർജിയിൽ CBI അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. അതായത് CN പ്രകാശ്, ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് അടക്കം ഹർജിക്കാരൻ ഹാജരാക്കിയിരുന്നു. അതായത് കള്ളം പറയുകയാണ് KM എബ്രഹാം എന്ന് വ്യക്തമാക്കുന്നതിന് പൂർണ്ണമായും ഈ ഹർജിക്കാരൻ ഉന്നയിച്ച വാദങ്ങളെല്ലാം കോടതി അംഗീകരിക്കുന്നു. അതുകൊണ്ട് കൂടിയാണ് ഈ CBI ആവശ്യത്തിന് പച്ചക്കൊടി വന്നിരിക്കുന്നത്. തീർച്ചയായും ഈ വിധിയുടെ ഉള്ളടക്കം പൂർണ്ണമായും ലഭ്യമായിട്ടില്ല. വിധി കോടതി പ്രസ്താവിക്കുകയും ഹർജിക്കാരന് വിധി വായിക്കാൻ നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. ഹൈക്കോടതിയുടെ ഓൺലൈൻ സംവിധാനങ്ങളിലൊന്നും ഈ വിധി ഇതുവരെയും അപ്ലോഡ് ചെയ്തിട്ടില്ല. KM എബ്രഹാം IAS സർവീസിൽ പ്രവേശിച്ചത് മുതൽ നാളിതുവരെ 33 വർഷത്തിനിടയിൽ ഇന്ത്യൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ 68 പെരുമാറ്റച്ചട്ടം റൂൾ 16 പ്രകാരം വർഷം തോറും ചീഫ് സെക്രട്ടറിക്ക് നൽകേണ്ട 10,000 രൂപയിൽ കൂടുതൽ വരുന്ന ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റിൽ KM എബ്രഹാമിന്റെ ഭാര്യയുടെയും ആശ്രിതരായ 2 മക്കളുടെയും പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് ചീഫ് സെക്രട്ടറിക്ക് മുമ്പാകെ ഒരിക്കൽ പോലും ഫയൽ ചെയ്തിട്ടില്ല എന്ന വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖ കൂടി ഹർജിക്കാരൻ ഹാജരാക്കിയിരുന്നു. നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് വിവരങ്ങൾ നൽകുമ്പോൾ ഇതിന്റെ കോടതി വിധിയുടെ വിവരങ്ങൾ വരാൻ ഇരിക്കുന്നതേയുള്ളൂ. അപ്പോഴാണ് ഏതെങ്കിലും തരത്തിലുള്ള കൂടുതൽ പരാമർശങ്ങളുണ്ടോ എന്നറിയാൻ കഴിയുക. CBI അന്വേഷണം KM എബ്രഹാമിനെതിരെ CBI അന്വേഷണം എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. വരവിലേറെ സ്വത്ത് സമ്പാദിച്ചു എന്ന് പറയുമ്പോൾ ഒരിക്കൽ കൂടി അഡ്വക്കേറ്റ് CN പ്രകാശ്, ഇതിൽ വിജിലൻസ് റിപ്പോർട്ടൊക്കെ ഇത് തള്ളിക്കളഞ്ഞതാണ് ഈ ആരോപണം. അപ്പോൾ സ്വാഭാവികമായിട്ടും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ മുൻപ് ക്ലീൻ ചിറ്റ് കൊടുത്ത വിജിലൻസിനെ അടക്കം പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലാകാം ഒരുപക്ഷെ കോടതിയുടെ പരാമർശങ്ങൾ. അത് തള്ളിക്കളയാൻ കഴിയില്ല ഒറ്റയടിക്കല്ലേ? തീർച്ചയായിട്ടും വിജിലൻസ് അന്വേഷണത്തിൽ അതൃപ്തി രേഖപ്പെടുത്തുന്നതുകൊണ്ടാണ് മറ്റൊരു അന്വേഷണ ഏജൻസിയായ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ CBI അന്വേഷണ ചുമതല ഏൽപ്പിക്കുന്നത്. സാധാരണ ഇത്തരത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്കറിയാം നവീൻ ബാബുവിന്റെ മരണം അടക്കമുള്ള കാര്യങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെട്ട് വരുന്ന ഹർജികൾ അങ്ങനെ കാര്യമായി ഹൈക്കോടതി പ്രോത്സാഹിപ്പിക്കാറില്ല. കാരണം ക്രൈംബ്രാഞ്ചോ അതിന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ നേതൃത്വത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കട്ടെ എന്ന നിലപാടാണ് സ്വീകരിക്കാറ് കൂടുതലും. അതുകൊണ്ട് തന്നെ ഈ കേസിൽ വ്യക്തമായ തെളിവുകളും ഒപ്പം തന്നെ രേഖകളും ഹർജിക്കാരൻ ഹാജരാക്കിയത് കൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഇത്തരത്തിലൊരു ഉത്തരവ് ഉണ്ടായിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ.
ഏതായാലും ഇതിനകത്ത് വിജിലൻസ് കൊടുത്ത ക്ലീൻ ചിറ്റ് ഒരു വശത്തുണ്ട്. വളരെ വിചിത്രമായിട്ടുള്ള മറുപടികളൊക്കെയാണ് KM എബ്രഹാം ഈ ഹർജി വന്ന സമയത്ത് കോടതിയിൽ ഫയൽ ചെയ്തത്. ഇതടക്കം കോടതി നിലവിൽ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നാണ്. ഒരു തവണ വാദം കേട്ട് പൂർത്തിയാക്കി വിധി പറയാൻ മാറ്റിവെച്ച കേസിലാണ് വീണ്ടും വിധി ഉണ്ടായിരിക്കുന്നത്. 2018 ജോമോൻ പുത്തമ്പുരയ്ക്കൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. അതാണ് ഇത്രയും വർഷത്തിനു ശേഷം നീണ്ട വാദങ്ങൾക്ക് ശേഷം CBI അന്വേഷണത്തിന് അനുമതി നൽകിക്കൊണ്ട് അല്ലെങ്കിൽ നിർദ്ദേശം നൽകിക്കൊണ്ട് ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നത്.